لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഞങ്ങളെ അമലുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. പോരായ്മകൾ നീ പരിഹരിക്കണേ അല്ലാഹ്. കുറവുകൾ നീ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ, നീ സ്വീകരിക്കുന്ന അമലുകളായി ഞങ്ങളെ അമലുകൾ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. പരിശുദ്ധമായ സൂറത്ത് യാസീൻ, വാഖിയ, മുൽക്ക്, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ, പരിശുദ്ധമായ സലാം, ഇസ്തിഗ്ഫാർ, ദിക്റുകൾ, ഹദ്ദാദ്, അസ്മാഉൽ ഹുസ്ന, സ്വലാത്തുൽ അലം, സ്വലാത്തുകൾ അല്ലാഹുവേ, പരിശുദ്ധമായ മഹാരഥന്മാരായ ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളെ അമ്പിയാക്കളുടെ പേരിൽ ഞങ്ങൾ ഓതിയ ഖുർആനെ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. അഹ്ലുബൈത്തിന് വേണ്ടി നിർമ്മിച്ചു നൽകിയ വീടുകളും എല്ലാം നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. എന്തെല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തോ അതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ദീനിന്റെ ഖിദ്മത്തുകളെല്ലാം നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. എല്ലാവർക്കും നീ നല്ല ദീർഘായുസ്സ് തരണേ അല്ലാഹ്. ആഫിയത്ത് തരണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. ഒരു ബലാ മുസീബത്തുകളിലും ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ്. എല്ലാ ഷർറുകളും ബലാകളും നീ തട്ടി ദൂരത്താക്കണേ റഹ്മാനെ. സാഹിര്യങ്ങളുടെ സിഹറും ആയിനീങ്ങളുടെ അയിനും മാട്ടക്കാരുടെ മാട്ടങ്ങളും സർവ ബലാവും സർവ മുസീബത്തുകളും അവരിലേക്ക് തന്നെ നീ തിരിച്ചയക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ കാവലാകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ശരീരത്തിന്റെ ഏതെല്ലാം അവയവങ്ങളിൽ എന്തെല്ലാം രോഗങ്ങളുണ്ടോ, ക്യാൻസർ, ട്യൂമർ, ന്യൂമോണിയ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, വെരിക്കോസ്, യൂറിക് ആസിഡ്, സോറിയാസിസ്, മൈഗ്രെയിൻ, വയറുവേദന കൊണ്ട് സഹിക്കാൻ പറ്റാത്തത്, ബ്ലഡ് ക്യാൻസർ, ശരീരത്തിന്റെ പല അവയവങ്ങളിലും രോഗങ്ങൾ വന്ന് വിഷമിക്കുന്നവർ, ഡയാലിസിസ് ചെയ്യുന്നവർ എല്ലാവർക്കും നീ കാമിലായ ആജിലായ ഷിഫായിനെ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്കാർക്കും മാരകമായ ഒരു രോഗവും നീ തരല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ കച്ചവടത്തിലും ബിസിനസ്സിലും ഏർപ്പാടുകളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, കിട്ടാനുള്ളത് മുഴുവനും ഞങ്ങളെ കയ്യിലേക്ക് വിചാരിക്കാത്ത മാർഗത്തിലൂടെ അതിൻ്റെ വഴികൾ തുറന്ന് ഞങ്ങളിലേക്ക് നീ എത്തിച്ചു തരണേ അല്ലാഹ്. കടങ്ങളെല്ലാം നീ വീട്ടിത്തരണേ റഹ്മാനെ. എല്ലാ ഖൈറിന്റെ വാതിലുകളും ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് നീ ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവരുടെ ഖബർ അല്ലാഹുവേ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ മുന്തിയ മിസ്ൽ സവാബ് അവരെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ മദനീയം കുടുംബത്തിന് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാഹ്. വർഷങ്ങളായി കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്നവർ വഴികളെല്ലാം നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഹനീഫയുടെ പെങ്ങളടക്കം എല്ലാവർക്കും നീ നല്ല മക്കളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വാടക വീടുകളിലും കഴിയുന്നവർ, വീടില്ലാത്തവർ ഖൈറായ നല്ല വീടുകൾ നീ നൽകണേ റഹ്മാനെ. വിവാഹപ്രായമായ ആണിനും പെണ്ണിനും ഖൈറായ ഇണകളെ നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കി തരണേ അല്ലാഹ്. നല്ല ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്. നല്ല ആലിമീങ്ങളാക്കണേ അല്ലാഹ്. പഠിക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാഹ്. നല്ല ബുദ്ധിശക്തി കൊടുക്കണേ അല്ലാഹ്. നല്ല ഓർമ്മ ശക്തി കൊടുക്കണേ അല്ലാഹ്. മക്കളെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണേ അല്ലാഹ്. കൈകാലുകൾക്ക് നീ നല്ല റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കൾക്ക് നല്ല ക്ഷമ നീ കൊടുക്കണേ അല്ലാഹ്. പഠിക്കാനുള്ള ക്ഷമ നീ കൊടുക്കണേ അല്ലാഹ്. മക്കള് പഠിക്കാൻ പോകുമ്പോൾ ഉമ്മമാർക്കുള്ള വേദന അല്ലാഹുവേ, ഖൽബിന് നീ വലിയ ക്ഷമയിട്ട് കൊടുക്കണേ അല്ലാഹ്.
നല്ല റാഹത്ത് കൊടുക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മദനീയം ക്യാമ്പസ് അല്ലാഹുവേ നീ വിജയിപ്പിക്കണേ റഹ്മാനെ. വിചാരിക്കാത്ത മാർഗത്തിലൂടെ അതിൻ്റെ വഴികൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാ. അല്ലാഹുവേ എത്രയും പെട്ടെന്ന് അതിൻ്റെ പണികളെല്ലാം ഞങ്ങൾക്ക് പൂർത്തിയാക്കി തരണേ അല്ലാ. നല്ല വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ. ഞങ്ങൾക്കതിന് ആവശ്യമായ സമ്പത്ത് ഞങ്ങളെ കയ്യിലേക്ക് നീ എത്തിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ നാസിർ ഹാജിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ എല്ലാവിധ പ്രയാസങ്ങളും നീ നീക്കണേ അല്ലാ. എല്ലാ റാഹത്തും നീ നൽകണേ റബ്ബേ. സർവ ഖൈറിന്റെ വാതിലുകളും മുത്തു റസൂലുള്ളാന്റെ ബറക്കത്ത് കൊണ്ട് നീ തുറക്കണേ അല്ലാ. അല്ലാഹുവേ ഹനീഫിനും ഹനീഫിന്റെ ഉമ്മക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തും നീ നൽകണേ അല്ലാ. ഈ വർഷം ഹജ്ജിന് പോകുന്ന എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാ. ഒരു പ്രയാസവും നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഉദ്ദേശിച്ച എല്ലാ വഴികളും ഞങ്ങളും ആ യാത്രകൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാഹുവേ എത്രയും പെട്ടെന്ന് നീ തുറന്നു തരണേ അല്ലാ. വാതിലുകൾ തുറന്നു തരണേ അല്ലാ. വാതിലുകൾ തുറക്കണേ അല്ലാ. അല്ലാഹുവേ ഹനീഫിന്റെ ഉമ്മാക്ക് ഹജ്ജിന് പോകുമ്പോ നല്ല റാഹത്ത് ആ ഉമ്മാക്ക് നീ കൊടുക്കണേ അല്ലാ. ബാപ്പയുടെ ആണ്ടിന്റെ മാസമാണ്. ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ ഞങ്ങൾ ഓതിയ ഖുർആനും ദിക്റും സ്വലാത്തും ഹദ്ദാദും അസ്മാഉൽ ഹുസ്നയുമെല്ലാം ബാപ്പാന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അതുപോലെ ഈ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആരെല്ലാം ഉണ്ടോ അവരുടെ ഖബറുകളിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. ഞങ്ങൾ എത്ര മോശക്കാരാണെങ്കിലും അല്ലാഹുവേ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി 10,000 വീടുകളിൽ നിന്ന് ഞങ്ങളെ കൂടെ ഒരു ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി എല്ലാം നീ കാണുന്നുണ്ടല്ലോ അല്ലാ. ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാ. ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാ. ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാ. എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. അതിൻ്റെ ഗുണങ്ങൾ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ അല്ലാ. ഇൻഷാ അല്ലാ നമ്മുടെ അടുത്ത ഖുതുബിയ്യത്ത് മെയ് മാസം 20-ാം തീയതി ചൊവ്വാഴ്ച നടക്കുകയാണ്. ഇൻഷാ അല്ലാ ചൊവ്വാഴ്ച അസ്തമിച്ച ബുധനാഴ്ച രാത്രി അല്ലാഹുവേ ആ പരിപാടി നീ വിജയിപ്പിക്കണേ അല്ലാ. അതിനു വേണ്ടി ആട് നേർച്ചയാക്കിയവരുണ്ട്. മുറാദ് നീ ഹാസുലാക്കണേ അല്ലാ. പലർക്കും വലിയ അനുഭവങ്ങളും വലിയ സന്തോഷങ്ങളും നീ നൽകുന്നുണ്ടല്ലോ അല്ലാ. അതിലേക്ക് ആട് നേർച്ചയാക്കിയ മുഴുവൻ ആളുകൾക്കും അവരുടെ മുറാദുകൾ നീ ഹാസുലാക്കണേ അല്ലാ. പ്രയാസങ്ങൾ നീ നീക്കണേ അല്ലാ. വിഷമങ്ങളെ തീർത്തു കൊടുക്കണേ അല്ലാ. പരിഹാരത്തിന്റെ വഴി ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാ. ഞങ്ങളെ ഖൈബാക്കി മടക്കല്ലേ അല്ലാ. ഖൈബാക്കി മടക്കല്ലേ അല്ലാ. ഞങ്ങൾ എത്ര ദോഷം ചെയ്തവരും തെറ്റുകാരും ഒന്നിനും കൊള്ളാത്തവരാണെങ്കിലും അല്ലാഹുവേ നിന്റെ ദിക്റാണ്, നിന്റെ അസ്മാഉൽ ഹുസ്നയാണ്, മുത്തു റസൂലുള്ളാഹിന്റെ സ്വലാത്താണ്, നിന്റെ ഖുർആനാണ് ഞങ്ങൾ ഓതിയത് ചൊല്ലിയത്. അബ്ബേ അത് മുന്നിൽ വെച്ച് ചോദിക്കുന്നു അല്ലാ. തട്ടിക്കളയല്ലേ അല്ലാ. ഖൈബാക്കല്ലേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. اللهم إنا نسألك بها